ഓക്കെ, 2-3 ദിവസമായിട്ട് എല്ലാവരും 2-3 ദിവസമല്ല, ഏകദേശം ഒരാഴ്ചയായിട്ട് എല്ലാവരും ക്ലൗഡിന്റെ പിന്നാലെയാണ്. കുറെ ആൾക്കാർ പറഞ്ഞു ക്ലൗഡ് വന്നു, ഇനി എല്ലാവർക്കും പണിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ ഞാനും നോക്കാം എന്ന് വിചാരിച്ചു. ക്ലൗഡ് മാത്രമല്ല, ക്ലൗഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ, ക്ലൗഡ് ഏജന്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. സോ എല്ലാവരും ചോദിച്ചു ക്ലൗഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ക്ലൗഡിൽ എങ്ങനെ വർക്ക് ചെയ്യാം. സോ ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു, ഹൗ ടു ഇൻസ്റ്റാൾ ക്ലൗഡ് ഓൺ യുവർ വിൻഡോസ്. സോ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു സിസ്റ്റം റിക്വയർമെന്റ് ആണ് അറിയേണ്ട. സിസ്റ്റം റിക്വയർമെന്റ് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് 10 11 ഉള്ളത് നല്ലത്. പിന്നെ ക്ലൗഡിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവണം. ഓക്കെ, ക്ലൗഡ് പ്രോയോ മാക്സോ ടീമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡിൽ ആദ്യം നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സിമ്പിൾ ആണ്. ജസ്റ്റ് cloud.ai പോവുക. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാവും. അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിടാം. ലോഗിൻ ചെയ്തിടുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു ക്ലൗഡി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വിൻഡോസിൽ ഈ ക്ലൗഡ് സ്കിൽസ്, ക്ലൗഡ് ഏജന്റ് സ്കിൽസ് ഒക്കെ യൂസ് ചെയ്യാൻ നമ്മുടെ വിൻഡോസിൽ ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബെസ്റ്റ് മെത്തേഡ്, ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എപ്പോഴും ടെർമിനൽ വെച്ചിട്ട് അല്ലെങ്കിൽ പവർ ഷെല്ലിൽ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിന് മുമ്പ് ക്ലൗഡ് നമ്മുടെ സിസ്റ്റത്തിൽ കംപ്ലീറ്റ്ലി ഫുള്ളി പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗിറ്റ് എന്ന് പറഞ്ഞ സാധനം, ഗിറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ, വെബ്സൈറ്റ് അല്ല, കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സിംപ്ലി ഞാൻ എൻ്റെ ഡോക്യുമെന്റേഷനിൽ ഒരു ലിങ്ക് തരാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വേർഷൻ, കമ്പ്യൂട്ടറിന്റെ വേർഷൻ ഏതാണോ അതിനനുസരിച്ച് ആ ഒരു സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. സാധാരണ എല്ലാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണ പോലെ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ആ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു, അത് കാരണം ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റലേഷന്റെ സമയത്ത് ചോദിക്കും ഗിറ്റ് ഫ്രം കമാൻഡ് ലൈൻ ഇസ് ഇനേബിൾഡ് എന്ന് പറയും. അതും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. യൂസ് ബണ്ടിൽഡ് ഓപ്പൺ SSH എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ചോദിക്കും. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ബേസിക് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് തന്നെയായിരിക്കും. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫൈ ചെയ്യണം ഗിറ്റ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞോ എന്ന്. അത് എങ്ങനെ ചെയ്യാം? ജസ്റ്റ് ഒരു പവർ ഷെല്ലോ CMD ഓപ്പൺ ചെയ്യാം. പവർ ഷെല്ല് നമുക്ക് എടുക്കാം. ജസ്റ്റ് ഈ സെർച്ച് ബാറിൽ പോയി പവർ ഹൗസ് അല്ല, പവർ ഷെൽ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോംപ്റ്റ് വിൻഡോ ഓപ്പൺ ആവും. അവിടെ പോയിട്ട് ജസ്റ്റ് ഗിറ്റ് 2 വര വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഗിറ്റിന്റെ വേർഷൻ ഡിസ്പ്ലേ ആയി കാണിച്ചു കഴിഞ്ഞാൽ ഗിറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസീസ് എല്ലാം ആയി. ഡിപ്പെൻഡൻസീസ് അതായത് ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾഡ് ആയി. വേണമെങ്കിൽ നമുക്ക് VS കോഡും യൂസ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സെയിം പവർ ഷെല്ലിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി കാണിക്കാം. ജസ്റ്റ് ഒരു പവർ ഷെല്ല് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാളേഷൻ കമാൻഡ് നിങ്ങൾക്ക് ഓൺലൈനിൽ ക്ലൗഡിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ ആ ഇൻസ്റ്റാളേഷൻ കമാൻഡ് കിട്ടും. ജസ്റ്റ് ഈ ഒരു സാധനം ഇത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഈ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലൗഡിന്റെ പാക്കേജസും കാര്യങ്ങളൊക്കെ ഈ പവർ ഷെല്ല് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് മാക്സിമം എടുക്കുള്ളൂ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലൗഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഞാൻ ഇതിനൊരു ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ, അത് കുറച്ച് ട്രിക്കിയാണ്. അത് ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യണതും മൈക്രോസോഫ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണതും ആപ്പിൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എന്താ വരാത്തെ? ക്ലൗഡ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ്, വേർഷൻ നമ്പർ, ലൊക്കേഷൻ എല്ലാം പറയും.
ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ക്ലൗഡ് വർക്ക് ആവുന്നുണ്ടോ എന്നറിയാൻ ജസ്റ്റ് ഇതിൽ തന്നെ ക്ലൗഡ് റൺ ചെയ്യുക. ക്ലൗഡ് റൺ ചെയ്യണം എങ്ങനെയാ? CLAUDE ടൈപ്പ് ചെയ്യുക, ക്ലൗഡ് ടൈപ്പ് ചെയ്യുക. ക്ലൗഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് അസസിങ് ഈ ഒരു ഫോൾഡർ, ഇപ്പോൾ ആ ക്ലൗഡ് വർക്ക് ചെയ്യുന്ന ഫോൾഡർ നമ്മുടെ C യൂസർ എന്നുള്ള ഫോൾഡറിലാണ്. അവിടെ ആ ഫോൾഡറിൽ വർക്ക് ചെയ്യാൻ ട്രസ്റ്റ് ഉണ്ടോ എന്ന് ആ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുക യെസ് ഐ ഡു ട്രസ്റ്റ്. നോ എന്നാണെങ്കിൽ നോ കൊടുക്കാം, യെസ് എന്നാണെങ്കിൽ യെസ് കൊടുക്കാം, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ ക്ലൗഡിൻ്റെ തന്നെ ഒരു CLI ഇന്റർഫേസ് ഇവിടെ വരും. ഇവിടെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ക്ലൗഡ് അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് ചിലപ്പോൾ പ്രോംപ്റ്റ് ചെയ്യും. പ്രോംപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ക്ലൗഡ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനെന്ത് ചെയ്യും? അല്ലെങ്കിൽ ക്ലൗഡ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിനെന്ത് ചെയ്യും? ജസ്റ്റ് സ്ലാഷ് നടിക്കുക. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എൻ്റെ അക്കൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏജന്റുകളെയാണ് കാണിച്ചിരിക്കുന്നത്. SEOന്റെ SEO ഓഡിറ്റ്, SEO GEO മോണിറ്ററിങ്, SEO മോണിറ്ററിങ് ഡയറക്ടറി, അങ്ങനെയുള്ള കുറേ ഏജന്റുകളുണ്ട്. അതിന് പകരം നമ്മൾ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ലോഗിൻ. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഏതാണ്? API ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണോ, തേർഡ് പാർട്ടി സബ്സ്ക്രിപ്ഷൻ ആണോ, അല്ലെങ്കിൽ ക്ലൗഡ് അക്കൗണ്ട് വിത്ത് സബ്സ്ക്രിപ്ഷൻ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ക്ലൗഡ് അക്കൗണ്ട് വിത്ത് സബ്സ്ക്രിപ്ഷൻ ആണ് എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ പേയ്മെന്റ് നോക്കണ്ട, ഇറ്റ്സ് വെരി മാസം 2000 രൂപ വെരി വർത്തിയാണ്, അത് എടുക്കുക. അപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്യും. ഓൾറെഡി നമ്മൾ എന്താ ലോഗിൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലേക്ക് ഓതന്റിക്കേഷനിലേക്ക് പോകും. സോ ജസ്റ്റ് ഓതറൈസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. യെസ്, ഓതറൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ലോഗിൻ ഇൻ ആസ് അഭിനവ് കൃഷ്ണ സക്സസ്ഫുൾ, എൻ്റർ ടു കണ്ടിന്യൂ. യെസ്, ലോഗിൻ സക്സസ്ഫുൾ, കോഡ് കിട്ടി. സോ ക്ലൗഡ് ഇൻസ്റ്റാളേഷൻ ആൻഡ് ലോഗിൻ ആക്ച്വലി ഇത്ര സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ ക്ലൗഡ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്. ഈ വീഡിയോ സോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനും ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റേഷൻ വെക്കാം. ഈ ഡോക്യുമെൻറ്റേഷനിൽ ബാക്കി കുറച്ച് സ്റ്റെപ്പുകളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യാം. താങ്ക് യു.